കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ആചരിച്ചു വരുന്ന അതിപുരാതനമായ ഒരനുഷ്ഠാന കലയാണ് പടയണി. പടശ്രേണി എന്ന വാക്കിൽ നിന്നാണ് പടയണി എന്ന പേര് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. പണ്ട് ലോകത്തെ മുഴുവൻ വിറപ്പിച്ചിരുന്ന ഒരു അസുരനുണ്ടായിരുന്നു, ദാരികൻ. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരം കൊണ്ട് ദാരികൻ അജയ്യനായി മാറി. അഹങ്കാരമൂത്ത ദാരികൻ ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ പീഡിപ്പിച്ചു. ഒടുവിൽ ഈ അസുരനെ തടയാൻ സാക്ഷാൽ പരമശിവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയെ സൃഷ്ടിച്ചു. കാളിയും ദാരികനും തമ്മിൽ അതിഭീകരമായ യുദ്ധം നടന്നു. ഒടുവിൽ ദാരികന്റെ ശിരസ്സറുത്ത് കാളി വിജയം വരിച്ചു. എന്നാൽ ദാരികനെ വധിച്ചിട്ടും കാളിയുടെ ഉള്ളിലെ പകയും കോപവും അടങ്ങിയില്ല. രക്തദാഹിയായ കാളി സർവ്വലോകത്തെയും നശിപ്പിക്കാൻ തുനിഞ്ഞു. കാളിയുടെ ആ ഭയങ്കര രൂപം കണ്ട് ദേവന്മാരും ഋഷികളും പേടിച്ചു വിറച്ചു. അവർ കൈലാസനാഥനായ ശിവന്റെ അരികിലെത്തി അപേക്ഷിച്ചു, ഭഗവാനെ, കാളിയുടെ കോപം ശമിപ്പിക്കൂ, അല്ലെങ്കിൽ ഈ ലോകം ചാമ്പലാകും. ശിവൻ ഒരു വിദ്യ പ്രയോഗിച്ചു. കാളിയെ തടയുന്നതിനു പകരം അവളെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ശിവൻ തൻ്റെ ഭൂതഗണങ്ങളോട് പലതരം രൂപങ്ങൾ കെട്ടി കാളിയുടെ മുന്നിൽ നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഭൂതഗണങ്ങൾ ഓരോരുത്തരായി വിചിത്രമായ വേഷങ്ങളിൽ കാളിയുടെ മുന്നിലെത്തി. ചിലർ മൃഗങ്ങളുടെ മുഖം മൂടി വച്ചു, ചിലർ ഭീകര രൂപങ്ങൾ കെട്ടി, മറ്റു ചിലർ കോമാളികളെ പോലെ വിക്രിയകൾ കാണിച്ചു. ചെണ്ടയും തപ്പും മുഴക്കി അവർ കാളിയുടെ മുന്നിൽ ചുവടുവച്ചു. ആദ്യം കാളിക്ക് ദേഷ്യം വന്നുവെങ്കിലും കോലങ്ങളുടെ ഈ വിചിത്രമായ നൃത്തവും പാട്ടും കണ്ടപ്പോൾ കാളിയുടെ മനസ്സലിഞ്ഞു. കാളിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ രൗദ്രരൂപം വെടിഞ്ഞ് കാളി ശാന്തയായി. ഭദ്രകാളിയുടെ ഈ രൗദ്രഭാവത്തെ മാറ്റി ശാന്തയാക്കാൻ ഭൂതഗണങ്ങൾ നടത്തിയ ആ നൃത്തമാണ് പടയണിയായി മാറിയത്. കാളിക്ക് മുൻപിൽ അവതരിപ്പിച്ച ആ വിചിത്ര രൂപങ്ങളാണ് ഇന്നും നമ്മൾ ക്ഷേത്രമുറ്റങ്ങളിൽ കാണുന്ന കോലങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട കോലങ്ങൾ. പടയണിയിൽ ഓരോ കോലത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. ഗണപതി കോലം, വിഘ്നങ്ങൾ നീക്കാൻ ആദ്യം വരുന്നത്. യക്ഷിക്കോലം, സുന്ദരിയും ഭീകരിയുമായ രൂപം. കാലൻ കോലം, മാർക്കണ്ഡേയന്റെ ജീവൻ എടുക്കാൻ വരുന്ന കാലനും അതിനെ തടയുന്ന ശിവനും. പടയണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണിത്. ഭൈരവിക്കോലം, കാളിയുടെ രൗദ്രരൂപം. ഏറ്റവും വലിയ കോലമാണിത്. കുതിരക്കോലം അഥവാ മറുതക്കോലം, വിനോദവും ഭക്തിയും കലർന്ന വേഷങ്ങൾ. പടയണി കോലങ്ങൾ ഉണ്ടാക്കാൻ പച്ച ഈർക്കൽ, കരി, മഞ്ഞൾ, മനയോല, ചുണ്ണാമ്പ് എന്നീ പ്രകൃതിദത്തമായ നിറങ്ങളാണ് ഉപയോഗിക്കുക. കോലങ്ങൾ നിർമ്മിക്കുന്നത് കവുങ്ങിൻ പാളയിലാണ്. കമ്പ്യൂട്ടറും ഡിജിറ്റൽ പ്രിന്റും ഇല്ലാത്ത കാലത്തെ വിസ്മയിപ്പിക്കുന്ന ഡിസൈനുകളാണിത്. പടയണിയുടെ താളം നിയന്ത്രിക്കുന്നത് തപ്പ് എന്ന വാദ്യോപകരണമാണ്. ഇതിനൊപ്പം പാടുന്ന പാട്ടുകൾക്ക് പ്രത്യേക ഈണവും ശൈലിയുമുണ്ട്. നാടൻ പാട്ടുകളുടെയും അനുഷ്ഠാന സംഗീതത്തിൻ്റെയും ഒരു സങ്കരമാണിത്.